ലോക തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 9. ദേശീയ തപാൽ ദിനം എന്നാണ്? ഒക്ടോബർ 10. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റൽ സ്റ്റാമ്പ് ഏതാണ്? 1852 പുറത്തിറങ്ങിയ സിന്ധ് ഡാക്ക്. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം കൊണ്ടുവന്നത് ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? ഈജിപ്ത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ തപാൽ സ്റ്റാമ്പിൽ എന്താണ് ചിത്രീകരിച്ചത്? ദേശീയ പതാക. ഏത് രാജ്യത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ സേവനം ഉള്ളത്? ഇന്ത്യയിൽ. ഇന്ത്യയിലെ ആധുനിക തപാൽ സംവിധാനം നിലവിൽ വന്ന വർഷം ഏത്? 1854 ഒക്ടോബർ 1. തപാൽ ദിനം ആചരിച്ചു തുടങ്ങിയത് എന്ന് മുതലാണ്? 1874 മുതൽ. വിദേശ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? മഹാത്മാഗാന്ധി. ലോകത്ത് ആദ്യമായി സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി ആരാണ്? വിക്ടോറിയ രാജ്ഞി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മീരാഭായ്. 1951. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ സ്ഥാപനം ഏതായിരുന്നു? എയർ ഇന്ത്യ ഇന്റർനാഷണൽ. 1951 ആദ്യമായി ഒരു സംഭവം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ രേഖപ്പെടുത്തുന്നത്. ഏതാണ് ആ സംഭവം? ആദ്യ ഏഷ്യൻ ഗെയിംസ്. ഇന്ത്യയിൽ ഫിലാറ്റലി അക്കൗണ്ട് തുടങ്ങാൻ ആവശ്യമായ കുറഞ്ഞ തുക എത്രയാണ്? 200 രൂപ. ആർമി പോസ്റ്റൽ സർവീസിൻ്റെ പിൻകോഡിലെ ആദ്യ അക്കം ഏതാണ്? 9. ഇന്ത്യയിലെ ആദ്യ ജനറൽ പോസ്റ്റ് ഓഫീസ് തുറന്നത് എവിടെ, എപ്പോൾ? 1774 കൊൽക്കത്തയിൽ. UPU എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത ആര്? സിസ്റ്റർ അൽഫോൻസാമ്മ. ഗാന്ധിജിയുടെ ചിത്രം തപാൽ സ്റ്റാമ്പിൽ അച്ചടിച്ച ആദ്യ വിദേശ രാജ്യം ഏത്? അമേരിക്ക. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട
ആദ്യ ഭാരതീയൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഇന്ത്യയിൽ. വിദേശ രാജ്യത്തെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത ആര്? മദർ തെരേസ, അമേരിക്കയിൽ. ഇന്ത്യയിൽ തപാൽ സമ്പ്രദായവും ടെലഗ്രാഫും കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൗസി പ്രഭു. ഇന്ത്യയിൽ ടെലഗ്രാഫ് നിർത്തലാക്കിയത് എന്നാണ്? 2013 ജൂലൈ 15. ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് ഏത് സംഘടന സ്ഥാപിച്ചതിൻ്റെ വാർഷികമായാണ്? UPU, യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. ഒക്ടോബർ 9 ലോക തപാൽ ദിനമായി ആദ്യമായി ആചരിച്ചത് ഏത് വർഷമാണ്? 1969. സ്റ്റാമ്പിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? റൗലൻഡ് ഹിൽ. സർക്കാർ, അർദ്ധ സർക്കാർ ഔദ്യോഗിക കത്തിടപാടുകൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റാമ്പ് ഏതാണ്? സർവീസ് സ്റ്റാമ്പ്. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം ഏത്? 1986. ഇന്ത്യയിൽ പിൻ സമ്പ്രദായം ആരംഭിച്ചത് എന്നാണ്? 1972. ഇന്ത്യയിൽ എത്ര പിൻകോഡ് മേഖലകളാണുള്ളത്? 9. ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പുകൾ മുദ്രണം ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യ സെക്യൂരിറ്റി പ്രസ്, നാസിക്. ഇന്ത്യയുടെ ദേശീയ ഫിലറ്റലി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. പിൻകോഡിൽ എത്ര അക്കങ്ങളാണ് ഉള്ളത്? 6 അക്കങ്ങൾ. ലോകത്തിൽ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 10ാമത്തെ രാജ്യം. പ്രാവുകളെ വാർത്താവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന പോലീസ് സേന ഏതാണ്? ഒറീസ പോലീസ്. ഏതു വിദേശ രാജ്യത്തിൻ്റെ പതാകയാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്? USSR. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ദമ്പതികൾ ആരാണ്? ഗാന്ധിജി, കസ്തൂർബ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൺ. ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ഏതാണ്? പെനി ബ്ലാക്ക്. ലോകത്തിലെ ആദ്യ തപാൽ സ്റ്റാമ്പായ പെനി ബ്ലാക്ക് പുറത്തിറക്കിയത് എന്ന്, എവിടെ വെച്ച്? 1840 മെയ് 1, യുണൈറ്റഡ് കിങ്ഡം. ഇന്ത്യയിലെ ആദ്യ സ്റ്റാമ്പായ സിന്ധ് ഡാക് പുറത്തിറങ്ങിയത് എപ്പോഴാണ്? 1852 ജൂലൈ 1. തപാൽ സ്റ്റാമ്പിൽ ചിത്രം ആലേഖനം ചെയ്യപ്പെട്ട രണ്ടാമത്തെ വനിത ആര്? ഝാൻസി റാണി, 1957. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് എന്നാണ് പുറത്തിറക്കിയത്? 1947 നവംബർ 21. സ്വതന്ത്ര ഇന്ത്യയിലെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മുദ്രാവാക്യം എന്താണ്? ജയ് ഹിന്ദ്.
ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സ്റ്റാമ്പ് ഏതാണ്? ബ്രിട്ടീഷ് ഗിയാന. പിന്നിൻ്റെ പൂർണ്ണരൂപം എന്താണ്? പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി ആരാണ്? കുമാരനാശാൻ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ആരാണ്? ഹെൻറി ഡ്യുനന്റ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. 2 പ്രാവശ്യം തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട മലയാളി ആര്? VK കൃഷ്ണമേനോൻ. കേരള പോസ്റ്റൽ സർക്കിൾ സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1961. ഖാദി സ്റ്റാമ്പ് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആര്? EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശ വനിത ആര്? ആനി ബസന്റ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയായ ചിത്രകാരൻ ആര്? രാജാ രവിവർമ്മ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ നർത്തകി ആര്? രുക്മിണി ദേവി അരുണ്ടേൽ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ സിനിമാ നടി ആരാണ്? നർഗീസ് ദത്ത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മൃഗം ഏത്? ആന. മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ചിത്രകാരൻ ആര്? നന്ദലാൽ ബോസ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ തിരുവിതാംകൂർ രാജാവ് ആര്? സ്വാതി തിരുനാൾ. ഇന്ത്യൻ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ നോബൽ സമ്മാന ജേതാവ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ തപാൽ വകുപ്പ് 150-ാം വാർഷികം ആഘോഷിച്ച വർഷം ഏത്? 2004. ഇന്ത്യയിൽ സെക്യൂരിറ്റി പ്രസ് സ്ഥാപിക്കുന്നതിന് മുമ്പ് സ്റ്റാമ്പ് അച്ചടിച്ചിരുന്നത് എവിടെ നിന്നാണ്? ലണ്ടൻ. നിശബ്ദ അംബാസിഡർ എന്നറിയപ്പെടുന്നത് എന്താണ്? തപാൽ സ്റ്റാമ്പ്.
തപാൽ സ്റ്റാമ്പിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് എന്താണ്? ഫിലാറ്റലി. ഏഷ്യൻ പസഫിക് പോസ്റ്റൽ യൂണിയൻ APPUവിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മനില. കേരളത്തിൽ കൂടുതൽ പോസ്റ്റ് ഓഫീസ് നിലവിലുള്ള ജില്ല ഏത്? തൃശ്ശൂർ. കേരളത്തിൽ ഏറ്റവും കുറവ് പോസ്റ്റ് ഓഫീസ് നിലവിലുള്ള ജില്ല ഏത്? വയനാട്. ഇന്ത്യയിൽ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? മുംബൈ ജനറൽ പോസ്റ്റ് ഓഫീസ്. ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം നിലവിൽ വന്ന വർഷം ഏത്? 1880. ഏത് നഗരത്തിലാണ് ആദ്യത്തെ പോസ്റ്റൽ ATM തുറന്നത്? ഉത്തരം ചെന്നൈ. ഇന്ത്യയിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ആരംഭിച്ച വർഷം ഏത്? 1884. ലോകത്തിലെ ആദ്യത്തെ എയർമെയിൽ സർവീസ് ഇന്ത്യയിൽ ആരംഭിച്ചത് എപ്പോഴാണ്? 1911. ഇന്ത്യൻ തപാൽ സംവിധാനത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി.